വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. ഇന്ന് പുറപ്പാട് പുസ്തകം ധ്യാനിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മുടെ കുടുംബജീവിതത്തിന് പ്രചോദനം നൽകുന്ന, നല്ല വഴികൾ നൽകുന്ന ചിന്തകൾ സ്വന്തമാക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിലേക്ക് നമ്മൾ കടക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, നിൻ്റെ മക്കളായ ഞങ്ങൾ ഇതാ നിൻ്റെ തിരുവചനം ഞങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്കുള്ള ചിന്തകളിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ ധ്യാനത്തെ അവിടുന്ന് ആസ്വദിക്കണമേ, അനുഗ്രഹിക്കണമേ. നിൻ്റെ തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും ഇത് സ്വാധീനിക്കാൻ ഇടയാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 5, 6, 7, 8, 9, 5, 6, 10, 11, 12 വാക്യങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. ജോസഫ് സഹോദരന്മാരും ആ തലമുറ മുഴുവൻ മരിച്ചു. എന്നാൽ ഇസ്രായേൽ തൻ്റെ സന്താന പരമ്പര വർദ്ധിച്ചു, വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപരമായി പെരുമാറാം. അനന്തരം അവരെ കഠിനാധ്വാനത്തിനും ഞെരുക്കത്തിനും ആയി ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമ്മൾ കേൾക്കുമ്പം നമുക്കതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജോസഫിനെ അറിയാൻ പാടില്ലാത്ത മറ്റൊരു ഭരണാധികാരി ഈജിപ്തിൽ വന്നു. ഈ ഇസ്രായേൽ ജനം അവിടെ എത്തിയത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ അവർ വർദ്ധിച്ചു പെരുകി വരുന്നത് കണ്ടപ്പം ഭയപ്പാടോടുകൂടി ഇവരെ നോക്കി അവരെ തന്ത്രപൂർവ്വം കീഴടക്കാനുള്ള ശ്രമത്തിൽ കഠിനമായ വേലയ്ക്ക് അവരെ ഏൽപ്പിച്ചു. വീണ്ടും അവർ പെരുകി വർദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ അടിമകളാക്കി ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പെരുകി വർദ്ധിക്കുന്നതാണ്. അത് ഈജിപ്തുകാരെ വളരെയേറെ ഭാരപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തരുന്നത്, പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. ഇത് നമുക്കും ദൈവം തന്ന വാഗ്ദാനമാണ്. നമ്മൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. മറ്റൊന്നുമല്ല ഈജിപ്തുകാരെ പേടിപ്പിച്ചത്, ഇസ്രായേൽ ജനത്തിൻ്റെ വർധനവാണ്. ബാക്കിയൊന്നും അവർക്കൊരു ഭാരമായി തോന്നിയില്ല. പ്രിയമുള്ളവരെ, വർദ്ധിച്ച് പെരുകുക, ഭൂമിയെ കീഴടക്കുക എന്നത് ദൈവം നമുക്ക് തന്ന കൽപ്പനയാണ്. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 127-ന്റെ 5, 6 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോഴും നമ്മൾ മക്കളെ നിയന്ത്രിക്കാനും മക്കളെ വേണ്ടെന്ന് വെക്കാനുമുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തകളിലും നിറയുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, അപകട സൂചനയുണ്ട്. ഇത് ഇന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കാനും ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഇതാ ഞാനെന്ന് പറഞ്ഞ് സമർപ്പിക്കാനും, ദൈവം തരുന്ന മക്കളെ പണ്ടമ്മമാർ പറഞ്ഞതുപോലെ 2 കൈയും നീട്ടി വാങ്ങാനും അവരെ വളർത്താനും വേണ്ട കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദുർമുമ്പിൽ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.